രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിലെ തൗബാലിൽ തുടക്കമായി. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുസമ്മേളനത്തിൽ ഇന്ത്യാ സഖ്യത്തിലെ 10 പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. BSP സസ്പെൻഡ് ചെയ്ത ഡാനിഷ് അലിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ഉദ്ഘാടന ചടങ്ങിൽ വംശീയ കലാപം തുടരുന്ന മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രിയെ രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. BJPയുടെയും RSSന്റെയും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് പ്രകടമാകുന്നത്. മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന തനിക്ക് മനസ്സിലാകും. മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുന്നുവെന്നും അനീതിയുടെ കാലത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. सिर्फ मणिपुर से ही शुरू हो सकती है और कहीं से नहीं शुरू हो सकती। मणिपुर बीजेपी की जो राजनीति है, बीजेपी की नफरत, RSS की नफरत। തൗബാലിൽ നിന്ന് നിതിൻ അംബുജനൊപ്പം തന്നെ ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം നിതിൻ അംബുജനിലേക്ക്. നിതിൻ, എന്തുകൊണ്ട് ഈ യാത്രയുടെ രണ്ടാം ഘട്ടം മണിപ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുന്നു എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ അതിരൂക്ഷമായ വിമർശനം നരേന്ദ്രമോദിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടാകുന്നു. മണിപ്പൂരിനെ പ്രധാനമന്ത്രി അവഗണിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു നിതിൻ? റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ എന്തുകൊണ്ട് മണിപ്പൂരിലെ യാത്ര തുടങ്ങുന്നു എന്ന് രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രസംഗത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ വേദന അത് തനിക്ക് മനസ്സിലാകും. താൻ ഇവിടെ ആദ്യം സന്ദർശിച്ചിരുന്നു, അവിടെ കലാപബാധിത മേഖലകൾ സന്ദർശിച്ചിരുന്നു. അവരുടെ വേദന എല്ലാം തന്നെ ആദ്യം താൻ അത് കേട്ടിരുന്നു. ഇപ്പോഴും ഈ ഒരു വേദന ഇപ്പോഴും സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതിന് രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. BJPയുടെയും RSSന്റെയും വെറുപ്പുളവാക്കുന്ന രാഷ്ട്രീയമാണ് മണിപ്പൂർ അടക്കമുള്ള രാജ്യത്ത് തന്നെ നടപ്പാക്കുന്നതെന്ന ഒരു വിമർശനമാണ് പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. സമാനമായ വിമർശനം മല്ലികാർജ്ജുൻ ഖർഗെയും ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും യാത്ര ഇപ്പോൾ തൗബാലിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ, അതായത് തൗബാലിൽ നടന്ന യോഗത്തിൽ വലിയ തന്നെ ഈ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ കോൺഗ്രസ് സാധിച്ചിരുന്നു. നേരത്തെ മണിപ്പൂർ ഇംഫാലിലെ പൊതുസമ്മേളനത്തിൽ നടത്താനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ 1000 പേരെ മാത്രമേ ഉൾക്കൊള്ളിച്ച് പരിപാടി നടത്താൻ സാധിക്കുള്ളൂ എന്ന സർക്കാരിന്റെ നിബന്ധനയെ തുടർന്ന് പിന്നീട് തൗബാലിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും തൗബാലിൽ ഇപ്പോൾ യാത്ര ആരംഭിച്ചു. വൈകാതെ തന്നെ ഇംഫാലിലെത്തും. അതിനുശേഷം ഇംഫാലിൽ നിന്നും നാഗാലാൻഡിലേക്കുള്ള പാതയിൽ അവിടെ യാത്ര അവസാനിപ്പിക്കും ഇന്നത്തെ. അതിനുശേഷം നാളെ രാവിലെ വീണ്ടും മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിച്ച് പിന്നീട് നാഗാലാൻഡിലേക്ക് കടക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും 6700 കിലോമീറ്റർ, ഏതാണ്ട് 15 സംസ്ഥാനങ്ങളിൽ യാത്ര കടന്നുപോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ച് തന്നെയാണ് യാത്ര. അത് നേരത്തെ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല ലക്ഷ്യമെന്ന് പറയുമ്പോൾ പോലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരംഭിക്കുന്ന യാത്ര ഹിന്ദി ഹൃദയഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. കർണാടക, തെലങ്കാന നൽകിയ ഒരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ വെച്ചു പുലർത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി മാസങ്ങൾ മാത്രം ശേഷിക്കെ ഈ യാത്ര മണിപ്പൂരിൽ ആരംഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. വൈകാതെ തന്നെ അദ്ദേഹം ബസ് കൂടാതെ പദയാത്രയുമായിട്ടാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര അടുത്ത 66 ദിവസം വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോവുക. ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പല വിഭാഗത്തിലുള്ള ആളുകളുമായി അദ്ദേഹം സംവദിക്കും. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഇറങ്ങി ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടികളടക്കം നിശ്ചയിച്ചിട്ടാണ് ഇപ്പോൾ യാത്ര മുന്നോട്ട് പോകുന്നത്. ബസ്സിൽ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇന്നിപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം തന്നെ കേരളത്തിലുള്ള നേതാക്കളടക്കം ഇന്നിവിടെ വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന നേതാക്കളും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ യാത്രയുടെ മുഴുനീളം യാത്രയോടൊപ്പം ഉണ്ടാകില്ല. അവർ മറ്റ് പല ദിവസങ്ങളിലായി യാത്രയോടൊപ്പം പങ്കുചേരുമെന്നാണ് ഇപ്പോൾ. 66 ദിവസം 110 ജില്ലകൾ ഈ യാത്ര കടന്നു പോകാൻ പോകുന്നു. തെരഞ്ഞെടുപ്പ് നിതിൻ സൂചിപ്പിച്ചതുപോലെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിനേക്കാൾ കൂടുതലായി ചില പുതിയ വിഷയങ്ങൾ കൂടി ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലം, അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് BJP രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ള വിമർശനം സജീവമായി കോൺഗ്രസ് ഉയർത്തുന്ന പശ്ചാത്തലം, ഒന്നാം ഘട്ടത്തിൽ നിന്ന് മാറി രണ്ടാം ഘട്ടത്തിലേക്ക് യാത്ര വരുമ്പോൾ അല്പം കൂടി ഷാർപ്പായ പൊളിറ്റിക്കൽ ക്യാമ്പയിനായി യാത്ര മാറും. അങ്ങനെയാണോ വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത് നിതിൻ? റീജിത്ത്, തീർച്ചയായും. കാരണം നേരത്തെ തന്നെ ഈ പ്രസംഗം ആരംഭിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ നടത്തിയൊരു വിമർശനം ദൈവങ്ങളെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ BJP വോട്ട് തേടുന്നു എന്നൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതേസമയം അടിസ്ഥാന വിഷയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള അടിസ്ഥാന വിഷയങ്ങളും ഒളിച്ചോടുകയാണ് BJPയുടെ തന്ത്രം, രാഷ്ട്രീയ തന്ത്രം എന്നൊരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളടക്കം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ BJP അയോധ്യ വിഷയം പ്രധാനമായും ഉയർത്തിക്കാട്ടുമ്പോൾ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ അത്തരം വിഷയങ്ങളൊന്നും തന്നെ തൊടാതെ പ്രധാനമായും അതാത് സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ
വിഷയം, അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം, അത് മുന്നോട്ട് വെച്ച് പ്രചരണം നടത്താനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. മണിപ്പൂരിലെ കലാപമടക്കം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളടക്കം ചർച്ചയായി മുന്നോട്ട് പോകും. അതോടൊപ്പം വിലക്കയറ്റം, തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ, കൂടാതെ കർഷക പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷ അടക്കമുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തി തന്നെ മുന്നോട്ട് പോകും. ഇന്നത്തെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി അയോധ്യയെ സംബന്ധിച്ച് യാതൊന്നും തന്നെ പ്രതികരിക്കാത്തതും ഇന്ന് ശ്രദ്ധേയമായിരുന്നു. എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം BJP അയോധ്യ വിഷയം ഉയർത്തിക്കാട്ടുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ അകൽച്ചയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇന്നത്തെ വേദിയിൽ ഡാനിഷ് അലിയുടെ പങ്കാളിത്തമാണ്. കോൺഗ്രസിലേക്ക് ഡാനിഷ് അലി ചേരുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇന്നത്തെ ഭാരത് ജോഡോ യാത്രയിൽ ഡാനിഷ് അലിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. BHPയിൽ നിന്ന് നേരത്തെ സസ്പെൻഷൻ നേരിട്ടിരുന്നു. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളുടെ പങ്കാളിത്തവും ഇന്നത്തെ വേദിയിൽ ഉണ്ടായി. CPIM, CPI, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ, ഈ പാർട്ടിയിലെ സംസ്ഥാന നേതാക്കൾ ഇന്നത്തെ തൗബാലിലെ വേദിയിൽ പങ്കെടുത്തിരുന്നു. ഇത്തരം യാത്ര മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മികച്ച വിജയം നേടാനാണ് കോൺഗ്രസ് ശരി, നിതിൻ അംബുജൻ തൗബാലിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. BJPയെ നരേന്ദ്രമോദി അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗം നമ്മൾ കണ്ടത്. രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വിഭജനത്തിൻ്റെ രാഷ്ട്രീയം വിതയ്ക്കുന്നു BJP, RSS എന്നുള്ള വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. കോൺഗ്രസ് വിട്ട മിലൻ ദിയോറ ശിവസേനയിൽ ചേർന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത്. ദക്ഷിണ മുംബൈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മിലൻ ദിയോറ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, കൂടുതൽ വിവരങ്ങൾ. ബൽറാം. മിലൻ ദിയോറ നേരത്തെ തന്നെ കോൺഗ്രസ് വിടുമെന്നും ശിവസേന ഷിൻഡെ വിഭാഗത്തോടൊപ്പം ചേരുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള നീക്കമാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തന്റെ എക്സ് അക്കൗണ്ടിലൂടെ താൻ 55 വർഷം തന്റെ പാർട്ടിക്ക് കോൺഗ്രസുമായി ഉണ്ടായിരുന്ന ബന്ധം ഉപേക്ഷിക്കുകയാണെന്നും പ്രാഥമിക അംഗത്വം രാജിവെച്ചു എന്നും പ്രഖ്യാപിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അടക്കം പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് അദ്ദേഹം ഷിൻഡെ ശിവസേന വിഭാഗത്തിന്റെ അംഗത്വം സ്വീകരിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ നീക്കം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നിലവിൽ 2004-ലും 2009-ലും മുംബൈ സൗത്ത് സീറ്റിലായിരുന്നു മിലിൻ ദിയോറ മത്സരിച്ച് ജയിച്ചത്. തുടർന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയുമായിരുന്നു. എന്നാൽ 2014-ലും 2019-ലും അദ്ദേഹത്തിന് വിജയിക്കാനായില്ല. അദ്ദേഹം പരാജയപ്പെട്ടത് നിലവിലിപ്പോൾ ഉദ്ധവ് താക്കറെയോടൊപ്പമുള്ള ശിവസേന നേതാവ് അരവിന്ദ് സാവന്തിനോടാണ്. നിലവിൽ കോൺഗ്രസും ഒപ്പം തന്നെ ശിവസേനയും NCPയുമായുള്ള സഖ്യ ചർച്ചകളിൽ സിറ്റിംഗ് സീറ്റായ മുംബൈ സൗത്ത് ശിവസേന ഈ അരവിന്ദ് സാവന്തിന് തന്നെ നൽകും എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അത് തനിക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷത്തുള്ള ആ സീറ്റിൽ നിന്നും അത് ശിവസേന ഷിൻഡെ വിഭാഗം മത്സരിക്കാൻ സാധ്യതയുള്ള ഈ സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം ശിവസേന ഷിൻഡെ വിഭാഗത്തോടൊപ്പം ചേർന്നിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.